അവരെല്ലാവരും കയ്യിലൊരു നോട്ടും കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഇട്ടുകൊണ്ട് പുറത്തേക്കിറങ്ങി. നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ രാവിലെ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ ഡോറിന് മുട്ടി. പിന്നെ പ്രതികരണമൊന്നും കാണാതിരുന്നപ്പോൾ ഞാനിങ്ങു പോന്നു. സിമ്രാന്റെയും അബിയുടെയും 10 പേരടങ്ങുന്ന ഗ്യാങ്ങിൽ ഒരാളാണ് ആൻഡോ. ബാക്കിയുള്ളവരെല്ലാം വഴിയെ പരിചയപ്പെടാം. എന്നാലും എൻ്റെ ആൻറ്റപ്പ, നിനക്കൊന്ന് ആഞ്ഞൂങ്ങി മുട്ടായിരുന്നില്ല ഡോറിന്? അല്ലെങ്കിൽ നിനക്കൊന്ന് ഫോണെങ്കിലും ചെയ്തുകൂടായിരുന്നോ? എന്താ അത്രക്കും സമയം പോയതറിഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരും? വഴക്ക് കൂടുന്നതിനിടയിൽ സമയം നോക്കാൻ മറന്നുപോയടാ. നന്നായി. അല്ല, നമ്മളിത് എവിടേക്കാ കൊണ്ടുപോകുന്നേ? എല്ലാത്തിൻ്റെയും മുഖം കണ്ടിട്ട് കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ ഉണ്ടല്ലോ. ആ, അങ്ങനെയും പറയാം. നമ്മളെ മോർച്ചറിയിലേക്കാ കൊണ്ടുപോകുന്നേ. ലാസ്റ്റ് ഇയർ കഴിയാൻ പോകുമല്ലേ. അപ്പോൾ ഇനി മുതൽ ദിവസവും 3 മണിക്കൂർ പ്രാക്ടിക്കലാണ്. മോർച്ചറിയിലെ ഓരോ ബോഡിയിലും നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി അവിടെ സ്പിരിറ്റിൽ കുറേ ബോഡികൾ മുക്കി വെച്ചിട്ടുണ്ട്. പടച്ചോനെ, മോർച്ചറിയോ? സിമ്രാൻ നെഞ്ചിൽ കൈവച്ചു. ഇങ്ങനെ പേടിക്കാതെടാ, ആണുങ്ങളുടെ വില കളയാനായിട്ട്. എന്നെപ്പോലെ ധൈര്യമായിരിക്കുക. അബി അതും പറഞ്ഞ് ഒരു സ്റ്റെതസ്കോപ്പ് കറക്കി കഴുത്തിലിട്ട് ഫോളോ മീ എന്ന ആക്ഷനും കാണിച്ച് മുമ്പിൽ നടന്നു. ഇവന് ഇത്രയൊക്കെ ധൈര്യം ഉണ്ടായിരുന്നോ? എന്തൊക്കെ പറഞ്ഞാലും മരിച്ച ബോഡിയിൽ പ്രാക്ടീസ് എന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഹൃദയമിടിപ്പ് കൂടി വരുവാ. ആ, അവൻ്റെ ധൈര്യമൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. മോർച്ചറിയിലേക്കുള്ള വഴിയിലേക്ക് അടുക്കുന്തോറും ലൈറ്റുകളെല്ലാം മങ്ങി അവിടം ഇരുട്ടായി മാറിയിരുന്നു. ഇതോടെ അവരുടെ മനസ്സിലെ ഭീതി ഒന്നുകൂടി ഉയർന്നു. സ്റ്റുഡൻസിനെ 2 ടീമുകളാക്കി കൊണ്ടായിരുന്നു അവിടേക്ക് കൊണ്ടുപോയിരുന്നത്. 20 ഗേൾസും 20 ബോയ്സും ആയിരുന്നു ആദ്യത്തെ ടീമില്. മോർച്ചറിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മറ്റൊരു പ്രൊഫസറായ മുസ്തഫ സാർ കൂടെ അവരെ ഗൈഡ് ചെയ്യാൻ അവരോടൊപ്പം കൂടിയിരുന്നു. അങ്ങനെ അവർ മോർച്ചറിക്ക് മുമ്പിലെത്തി. എല്ലാവരോടും റൂമിനകത്ത് കയറാൻ പറഞ്ഞുകൊണ്ട് സാർ ഡോർ അടച്ചു. അതോടെ അവിടെ ഉണ്ടായിരുന്ന നേരിയ വട്ടവും അവിടെ നിന്നും മാഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം ലൈറ്റ്സ് ഓൺ ആക്കിയപ്പോൾ അവരോരോരുത്തരും ഓരോ ബോഡിയുടെ മുൻപിലായിരുന്നു. തങ്ങൾക്ക് മുൻപുള്ള ജീവനറ്റ് കിടക്കുന്ന ശരീരങ്ങളെ നോക്കാൻ എല്ലാവരും ഒന്ന് മടിച്ചു. അറിയുന്നവരോ ബന്ധുക്കളായിരുന്നെങ്കിൽ സങ്കടമെങ്കിലും വരുമെന്ന് വിചാരിക്കായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ശ്മശാനത്തിലേക്ക് പോയ പ്രതീതിയായിരുന്നു അവരില്. പിന്നെ ഒറ്റക്കല്ലല്ലോ എന്ന ഒരൊറ്റ ധൈര്യത്തിലാണ് അവർ പിടിച്ചു നിന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതുവരെ പ്രാക്ടിക്കൽ ലാബുകളിലും ഡമ്മികളിലുമാണ് നമ്മൾ എക്സ്പെരിമെന്റ്സ് ചെയ്തിരുന്നതും മറ്റ് കാര്യങ്ങൾ പഠിച്ചിരുന്നതും. ടുഡേ വി ആർ ഗോയിങ് ടു പ്രാക്ടീസ് ദ ലെസൺസ് ഇൻ എ റിയൽ ഹ്യൂമൻ ബോഡി. പ്രൊഫസർ മൈക്കൽ അതും പറഞ്ഞ് പ്രൊജക്ടർ ഓണാക്കി സ്ക്രീനിലേക്ക് തൻ്റെ കയ്യിൽ സ്റ്റിക്ക് വെച്ചു. അയാളുടെ മുൻപിൽ വച്ചിരുന്ന ബോഡിയിൽ അയാൾ ചെയ്യുന്നതെല്ലാം അവർക്ക് ആ സ്ക്രീനിൽ കാണാമായിരുന്നു. ആഷി, എടാ ആഷിക്കേ. സിമ്രാൻ തനിക്ക് മുന്നിൽ അന്തം വിട്ടു നിൽക്കുന്ന ആഷിക്കിനെ തട്ടി വിളിച്ചു. എന്താടാ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? അബി എവിടെ? ഞാൻ കുറെ നേരമായി നോക്കുന്നു. നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഇവിടെയുണ്ട്. അവനെ മാത്രം കാണുന്നില്ലല്ലോ. ശരിയാണല്ലോ, അവനെവിടെ പോയി? ആഷിഖ് തന്റെ കണ്ണുകൾ കൊണ്ട് അവിടെ എല്ലാം പരതി. സിമ്രാൻ, വാട്ട്സ് ഗോയിങ് ഓൺ ദെയർ? പ്രൊഫസർ ആക്രോശിച്ചു. അല്ല സാർ, അത് അഭിനന്ദനെ കാണുന്നില്ല. വാട്ട്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഇന്ന് ഇവിടെ നോക്കിക്കോട്ടെ സാർ. യെസ്, ഓഫ് കോഴ്സ്. സിമ്രാൻ കുറച്ച് പുറകിലേക്ക് പോയി നോക്കിയപ്പോഴാണ് അബി അവിടെ ബോധം പറഞ്ഞു കിടക്കുന്നത് കണ്ടത്. അബി, അബി എഴുന്നേൽക്ക്. സിമ്രാന്റെ ശബ്ദം കേട്ട് മറ്റു കുട്ടികളും മൈക്കിൾ സാറും അവിടേക്ക് ഓടി വന്നു. അബിയെ പെട്ടെന്ന് തന്നെ അവർ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി. സിമ്രാനും ആഷിക്കും ഒഴികെയുള്ളവർ തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ പോവുകയും ചെയ്തു. അവരെ കൂടാതെ പ്രാക്ടിക്കൽ സെക്ഷൻ നടക്കാത്തത് കൊണ്ട് അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. കുഴപ്പമൊന്നുമില്ല മിസ്റ്റർ അബിക്ക്, ബോധം വന്നിട്ടുണ്ട്. BP കൂടിയതാണ്. കൂടിയതെന്ന് വെച്ചാൽ വളരെ കൂടുതൽ. അതാണ് ബോധം പോവാൻ കാരണം. ഗ്ലൂക്കോസ് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇവിടെ കിടന്നിട്ട് തിരിച്ചു പോകാം. അബിയെ പരിശോധിച്ച ഡ്യൂട്ടി ഡോക്ടർ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. താങ്ക് യു സർ. സിമ്രാനും ആഷിക്കും അകത്തേക്ക് കയറി. അവരെ കണ്ടതും അബി ഒന്ന് വിളിച്ചു കാണിച്ചു കൊടുത്തു. ചിരിക്കല്ലേ നീ, എന്തൊക്കെ മേളമായിരുന്നു മലപ്പുറം. കത്തി അവന്റെ ആണുങ്ങളുടെ ധൈര്യം. എന്നിട്ടൊരു ശവം കണ്ടപ്പോഴേക്കും പേടിച്ച് ബോധം പോയിരിക്കുന്നു. പേടിച്ചിട്ടൊന്നുമല്ല, അബി പതിയെ പറഞ്ഞു. പിന്നെ ആ ബോഡി എഴുന്നേറ്റ് നിന്നോട് പറഞ്ഞോ ബോധം കെട്ടി വീഴാന്? ആകെ മൊത്തത്തിൽ നാറിയെന്ന് മനസ്സിലായപ്പോ അവനൊന്നും മിണ്ടാതെ അപ്പുറത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു. ഡാഡാ, ഇവിടെ നോക്കടാ. സിമ്രാൻ അവനെ അവരുടെ നേരെ തന്നെ തിരിച്ചു കിടത്തി. ഇതെന്തൊരു കഷ്ടമാണ്. ഇനി മേലാൽ ഇമാതിരി ഡയലോഗ് അടിക്കരുത് നീ. ഇതോടുകൂടി നിർത്തിക്കോണം. അല്ല, ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തു പറയാന്, ഈ ഗ്ലൂക്കോസ് കയറി കഴിഞ്ഞാൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവർ 3 പേരും കാഷ്വാലിറ്റിയുടെ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അവിടെ അവരുടെ തന്നെ ഗ്യാങ്ങിലുള്ള വിനയനെയും സുധിയെയും കണ്ടത്. ക്ലാസ്സിലെ 2 ഭാഗങ്ങളാക്കി തിരിച്ചപ്പോൾ അവർ 2ാമത്തെ ടീമിൽ പെട്ടുപോയിരുന്നു. വിനു, നിങ്ങളെന്താ ഇവിടെ? ഒന്നും പറയണ്ട അളിയാ, പ്രാക്ടിക്കൽ സെക്ഷൻ നടക്കുന്നതിനിടയിൽ ഒരു കൊച്ചു ബോധം കെട്ടു വീണു. അതിനെയും താങ്ങി പിടിച്ച് വന്നതാ. ആഹാ, അടിപൊളി. അല്ല, നിങ്ങളെന്താ ഇവിടെ? അയ്യോ, കാരണം ഇത് തന്നെ. നമ്മുടെ ധൈര്യശാലിയായ മിസ്റ്റർ അഭിനന്ദനില്ലേ, അവൻ പേടിച്ച് ബോധം കെട്ടു വീണു.
പിന്നെ അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു. അഭിയൊന്നും അറിയാത്ത പോലെ അപ്പുറത്തെ സൈഡിലേക്ക് മാറി നിന്ന് അവിടെയുള്ള ജനലിലെ അഴികൾ എണ്ണിക്കൊണ്ടിരുന്നു. അക്ഷയാണോ നിങ്ങൾ കൊണ്ടുവന്നത്? കാഷ്വാലിറ്റിയിൽ നിന്നും പുറത്തേക്ക് വന്ന അക്ഷിതയെ നോക്കിക്കൊണ്ട് ആഷിഖ് ചോദിച്ചു. ഏയ് അല്ലടാ, ഇതൊരു പുതിയ കുട്ടിയാ. 2 ദിവസം മുമ്പ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ മാനേജ്മെന്റിന്റെ തന്നെ കീഴിലുള്ള മറ്റൊരു കോളേജിലായിരുന്നു അവള്. പിന്നെ എന്തൊക്കെയോ ഇഷ്യൂ കാരണം അവർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുത്തതാ. ദാ അക്ഷയുടെ പുറകിൽ വരുന്നു അവളാണ്. അപ്പോഴാണ് അക്ഷയുടെ പുറകെ അവളുടെ കയ്യും പിടിച്ച് ക്ഷീണിതയായി വരുന്ന പെൺകുട്ടിയെ അവർ ശ്രദ്ധിച്ചത്. ജനലഴികളുടെ എണ്ണം എടുക്കുന്നതിനിടയിൽ നമ്മുടെ അബിയുടെ നോട്ടവും ആ പെൺകുട്ടിയിലേക്ക് തിരിഞ്ഞു. അവളുടെ നീളൻ കാലുകളിലെ വെള്ളിക്കുലിസിന്റെ ശബ്ദവും കറുപ്പും ചുവപ്പും കലർന്ന ധാവണിയും നെറ്റിയിലെ ചുവന്ന പൊട്ടും വെള്ള നിറത്തിലുള്ള വട്ടുമുഖവും കരിമഷിയാൽ മനോഹരമാക്കിയിരിക്കുന്ന ഉണ്ട കണ്ണുകളും ചന്ദനക്കുറിയും കയ്യിലെ കുപ്പിവളകളും കാതിലെ ജിമിക്കിയും അഴിച്ചിട്ട നീളൻ മുടിയുമെല്ലാം അവനെ ഹഠാത് ആകർഷിച്ചിരുന്നു. അവളിൽ നിന്നും ഒരു നിമിഷത്തേക്കെങ്കിലും നോട്ടം മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും മണം പരത്തിക്കൊണ്ട് അവൾ അവന്റെ മുന്നിലൂടെ നടന്നു നീങ്ങി. അബി, അബി! സിമ്രാൻ അബിയെ പുറകിൽ നിന്നും തട്ടി വിളിച്ചു. എനിക്കിഷ്ടായി. അബി ചിരിച്ചുകൊണ്ട് അവന്റെ കൈ പിടിച്ചു. എന്തിഷ്ടായിന്ന്? എല്ലതും. നീ ഇതെന്തൊക്കെയാടാ പറയുന്നേ? ഉള്ള ബോധം കൂടെ പോയോ ഇപ്പോ? അപ്പോഴാണ് അബി തന്റെ സ്വപ്നലോകത്തിൽ നിന്നും ഉണർന്നത്. സുധി, വിനു, നിങ്ങൾ വരുന്നില്ലേ? അക്ഷയ് കുറച്ച് ദൂരെ നിന്നും വിളിച്ചു ചോദിച്ചു. ഇല്ല, നിങ്ങൾ നടന്നോ. ഇന്നിനിപ്പോ എന്തായാലും ആ സെക്ഷൻ നടക്കില്ലല്ലോ. ക്ലാസ്സിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. ഏതാടാ കുട്ടി? അബി വിനുവിന്റെ അടുത്തേക്ക് വന്നു. അവളെ നിനക്കറിയില്ലേ? നമ്മുടെ ക്ലാസ്സിലെ അക്ഷിത. പോടാ, ആ പട്ടിയല്ല, സോറി, ആ കുട്ടിയല്ല, മറ്റേ കുട്ടി. അതും നമ്മുടെ ക്ലാസ്സിലെ കുട്ടി തന്നെയാ, ന്യൂ അഡ്മിഷൻ. എന്താ മോനെ നിനക്കൊരു ഇളക്കം? അത് പിന്നെ അബി കാലുകൊണ്ട് താഴെ കളം വരച്ചു. അയ്യോ, അവന്റെ ഒരു നാണം. എന്താ, എനിക്ക് നാണിച്ചൂടെ? നിനക്കതിന് നാണവും മനവും ഒക്കെ ഉണ്ടോ? അതൊക്കെ പോട്ടെ, എന്താ ഇപ്പൊ ഈ നാണത്തിന്റെ ഉദ്ദേശം? എനിക്ക് അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോ ഇഷ്ടായി സിമ്രു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇല്ലേ, അത്. കഴിഞ്ഞ ആഴ്ച സെക്കൻഡ് ഇയറിലെ ആരതിയെ കണ്ടപ്പോഴും നിനക്ക് ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തന്നെ അല്ലായിരുന്നോ? എന്നിട്ട് അവളിങ്ങോട്ട് വന്ന് സംസാരിച്ചപ്പോ അവൻ ഇതുവരെ ഇല്ലാത്ത ജാട. എന്നിട്ടെന്താ, അവളവളുടെ പാടും നോക്കി പോയി. ഇതങ്ങനെയല്ല സിമ്രു. എനിക്കെന്തോ അവളെ മുമ്പ് എപ്പോഴും അറിയുന്ന പോലെയൊക്കെ ഒരു തോന്നല്. കഴിഞ്ഞ ജന്മത്തില് ഞങ്ങൾ ചിലപ്പോ ഭാര്യയും ഭർത്താവും ആയിരുന്നെങ്കിലോ? ആ തോന്നല് വേണ്ട. അവളുടെ ചുറ്റിലും എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതിന്റെ പിന്നാലെ പോവാതിരിക്കുന്നതാ നല്ലത്. എന്ത് ദുരൂഹത? എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആരൊക്കെയോ അങ്ങനെ പറഞ്ഞു കേട്ടു. എടാ, അല്ലെങ്കിൽ തന്നെ വഴിയെ പോകുന്ന വയ്യാവേലി എല്ലാം നിന്റെ തലയിൽ വന്ന് വീഴാറുണ്ട്. ഇനി വെറുതെ ഓരോന്നിനും അങ്ങോട്ട് പോയി തലവെച്ച് കൊടുക്കണോ? എന്നാലും ഇല്ല. നീ തൽക്കാലം എല്ലാം മായ്ച്ചു കളഞ്ഞേക്ക്. സിമ്രാൻ അവന്റെ ഷർട്ടിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അക്ഷയും അഭിയും ഫ്രണ്ട്സും എല്ലാം നല്ല കൂട്ടായിരുന്നു. ക്ലാസ്സിലെത്തിയ ഉടനെ അക്ഷയ് അവർക്ക് അരികിലേക്ക് വന്നു. എന്നാലും അബി, നീ ഇത്ര ലോല ഹൃദയനാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അക്ഷയ് ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു. നീ പിന്നെ അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ അക്ഷയ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവള് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ എന്തായാലും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് നിന്നെ ഓർമ്മിപ്പിക്കാതിരിക്കില്ല. അബി രൗദ്രഭാവത്തിൽ അവനെ ഒന്ന് നോക്കി. അക്ഷയ്, ആ കുട്ടിക്കിപ്പോ എങ്ങനെയുണ്ട്? ആർക്ക്? ദുർഗക്കോ? ദുർഗ എന്നാണ് അവളുടെ പേര്. ഏതോ ഭദ്രകാളിയുടെ പേര് കേൾക്കുന്ന പോലെ ഉണ്ടല്ലേ. പോടാ അവിടുന്ന്. ദുർഗക്ക് എന്താ കുഴപ്പം? നല്ല പേരല്ലേ. ആ, നിനക്കിപ്പോ എല്ലാം നല്ലതായിട്ട് തോന്നുള്ളൂ. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ് മോളെ. എന്നിട്ട് അവളിപ്പോ ഓക്കെ ആയോ? ആ, ചെറിയ ക്ഷീണമുണ്ട്. അവക്കും പ്രഷർ കൂടിയതാ. നിനക്ക് ക്ഷീണമില്ല അബി? എന്റെ ക്ഷീണമൊക്കെ മാറി. നീ ഒന്ന് നിർത്തോ ഈ കളിയാക്കല്. എന്നിട്ട് അവളെവിടെ? ക്ലാസ്സിലേക്ക് വന്നിട്ടില്ലേ? ആ, അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അവളൊരു സൈലന്റ് ആണ്. എന്നോട് മാത്രമേ ഇതുവരെ നമ്മുടെ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുള്ളൂ. അതും കൂടുതലൊന്നും പറയില്ല. ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറയും. ഇങ്ങോട്ട് വിളിക്ക്, നമുക്ക് സംസാരിപ്പിക്കാം. അങ്ങനെ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ഒരാൾ മാത്രം മാറിയിരിക്കാൻ പാടില്ലല്ലോ. ഓ, എന്താ അവന്റെ ഒരു ആവേശം. ഷെടാ, ഞാനൊരു ഹ്യൂമാനിറ്റിയുടെ പുറത്ത് പറഞ്ഞതല്ലേ. ദേവു, ദേവു! അക്ഷയ് അവൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി വിളിച്ചു. ദേവുവോ? നീയല്ലേ പറഞ്ഞത് അവളുടെ പേര് ദുർഗ എന്നാണെന്ന്? ആ, ഫുൾ നെയിം ദേവി ദുർഗ. ഇതുവരെ സംസാരിച്ചിട്ട് അവൾ എന്നോട് ആകെ ആവശ്യപ്പെട്ട കാര്യം അവളെ ദുർഗ എന്ന് വിളിക്കരുത്, ദേവു എന്ന് വിളിച്ചാൽ മതിയെന്നാണ്. അതെന്താ അങ്ങനെ? അതൊന്നും എനിക്കറിയില്ല. ഞാനൊരു ആവേശത്തിന്റെ പുറത്ത് ചോദിച്ചിരുന്നു അവളോട് അതെന്താണെന്ന്. പക്ഷേ മൗനമായിരുന്നു മറുപടി. പിന്നെ ഞാനോട്ട് ചോദിക്കാനും പോയില്ല. എന്താ അക്ഷയ് വിളിച്ചത്? വെറുതെ ഇവർക്കൊക്കെ നിന്നെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. എന്തിന്? ദേവു കുറച്ച് ജാടയിൽ തന്നെ ചോദിച്ചു. നിന്നെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ. എന്താ? അപ്പൊ തിരിച്ചും അതേ ശൈലിയിൽ തന്നെ മറുപടി കൊടുത്തു. ദേവുവിനോട് പെട്ടെന്ന് അവൻ ആ ഒരു രീതിയിൽ പ്രതികരിക്കുമെന്ന് അവർ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അതിന്റെ നെട്ടലിലായിരുന്നു.
എനിക്കിപ്പോൾ ആരെയും പരിചയപ്പെടാൻ താല്പര്യമില്ല. അക്ഷി, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ പോട്ടെ. അവൾ അതും പറഞ്ഞ് തിരിച്ചു നടന്നു. ഇതെന്ത് സാധനം? അല്ല അബി, നീ എന്തിനാ അവളോട് ചൂടായത്? വെറുതെ. സാധാരണ ക്യൂട്ട് കപ്പിൾസൊക്കെ ആദ്യം വഴക്കിട്ട് പിന്നെ ഇഷ്ടത്തിലാവാറല്ലേ? ഞാൻ ആ വഴിയൊന്ന് ശ്രമിച്ചു നോക്കാനാണ്. നല്ല രീതിയിൽ ഇഷ്ടം പറയുന്നതിനേക്കാൾ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് അതാണ് താല്പര്യം. ഹോ, എൻ്റെ അബി, നീ ബുദ്ധിയല്ല നിന്റെ പഠിത്തത്തെ കാണിച്ചിരുന്നെങ്കിൽ നീ ഇപ്പൊ എവിടെ എത്തിയേനെ? എവിടെ എത്താനാണ്? എന്തായാലും 5-6 കൊല്ലം കൊണ്ട് തന്നെയല്ലേ MBBS തീർക്കാൻ പറ്റുള്ളൂ. എന്നാലും നിനക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കായിരുന്നു. നീ ഒന്ന് പൊയ്ക്കേ. എന്നാലും അവൾക്ക് നല്ലോണം അഹങ്കാരമുണ്ട്. കണ്ടാൽ എന്തൊരു കുലീനതയാണ്. ഏയ്, അഹങ്കാരമൊന്നും അല്ലടാ, അവളൊരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. രാത്രി 10 മണി, ബോയ്സ് ഹോസ്റ്റലിൽ. എൻ്റെ അമ്മേ, എനിക്കിപ്പോൾ വയസ്സ് 75 ആവുന്നതല്ലേ ഉള്ളൂ. അതിനെക്കുറിച്ച് വല്ല ബോധവുമുണ്ടോ? ആ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിന്റെ ജാതകപ്രകാരം നിനക്ക് 25-ലും 26-ലും മാത്രമേ കല്യാണയോഗം കാണുന്നുള്ളൂ. ആ വയസ്സിൽ കെട്ടിയില്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ നീ കല്യാണം കഴിക്കാതിരിക്കേണ്ടി വരും. എൻ്റെ പൊന്നമ്മേ, നിങ്ങൾക്ക് ഇപ്പോൾ നേരം വെളുത്തിട്ടില്ലേ? ഇതിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് എപ്പോഴാണ് കല്യാണം വേണമെന്ന് തോന്നുന്നത് അപ്പോഴാണ് കല്യാണം കഴിക്കേണ്ടത്. അല്ലാതെ ഇതൊക്കെ നീ വേറെ വല്ലവരോടും പോയി പറഞ്ഞാൽ മതി. ജാതകം വിട്ടിട്ടില്ല ഒരു പരിപാടിയില്ല. ഈ കാര്യങ്ങളിലെല്ലാം തീവ്രമായി വിശ്വസിച്ചിരുന്നവർ അഭി പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഞാൻ എൻ്റെ ഈ പഠിത്തെങ്കിലും കംപ്ലീറ്റ് ആക്കി ഒരു ജോലിക്ക് കയറട്ടെ. നിനക്കും ഇനി വരുന്ന 4 തലമുറക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള സ്വത്തും പണവും ഇന്ന് ഈ നീലേശ്വരൻ തറവാട്ടിലുണ്ട്. ഞങ്ങളുടെ ഏക മകനല്ലേ നീ? ഇതൊന്നും പങ്കിട്ട് കൊടുക്കേണ്ട ആവശ്യം കൂടെ ഇല്ല നിനക്ക്. ഈ അമ്മയെ കൊണ്ട് എത്ര സ്വത്തും പണം ഉണ്ടായാലും സ്വന്തമായിട്ടൊരു ജോലി വേണ്ടേ? എൻ്റെ പഠിത്തം കഴിഞ്ഞ് കുറച്ചു കാലമെങ്കിലും വർക്ക് ചെയ്യാതെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് അന്ന് സ്വപ്നം കാണണ്ട. നീ എന്തെങ്കിലും ചെയ്യ്. പക്ഷേ 26 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാമെന്ന് എൻ്റെ മോനും സ്വപ്നം കാണണ്ട. അമ്മ അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ കന്യകനായി ജീവിക്കാനോ? ആ, 26 വയസ്സിൻ്റെ ഉള്ളിൽ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ ആപത്താണ്. ആകെയുള്ള നിന്നെ കൊണ്ട് പോയി കുരുതി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അമ്മ ഒന്ന് വെച്ച് പോയിക്കേ, മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. അഭി അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി. കഴിഞ്ഞ അമ്മയും മോനും തമ്മിലുള്ള വഴക്ക്? ആ, നിനക്കൊക്കെ കളിയാക്കല്. എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ. എന്നാ നീ ഒരു കല്യാണം എന്തായാലും കഴിക്കണമല്ലോ. ആ, എൻ്റെ ദേവുവിനെ കണ്ടതിന് ശേഷം ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ എനിക്കുണ്ട്. അഭി നാണിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ദേവുവോ? നീ ഇതുവരെ അത് വിട്ടില്ലേ അഭി? ഇല്ലടാ, എപ്പോഴത്തെയും പോലെയല്ല. എന്തോ അവള് മനസ്സിന് മായുന്നില്ല. അവളുടെ സംസാരം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ എന്തോ അവളെ പണ്ടെപ്പോഴും എനിക്ക് അറിയുന്ന പോലെ. ഈ മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയില്ലേ നമ്മള്, എനിക്കതിലൊന്നും വിശ്വാസം ഇല്ലാത്തതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നു. അഭി സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് സിമ്രാന് മനസ്സിലായി. ഇത് കൈവിട്ടു പോയി. സിമ്രാൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. അതേടാ, എൻ്റെ മനസ്സിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ എത്രയൊക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്നിട്ട് ഇനി എന്താ നിന്റെ പ്ലാന്? അതെന്ത് ചോദ്യമാണ് സിമ്രോ? പ്ലാനിങ് ഒക്കെ നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞു തരേണ്ടത്. അയ്യേ, എനിക്ക് ഈ പരിപാടിയോട് ഒട്ടും താല്പര്യമില്ലാത്തതാണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് എനിക്ക് ഇതേക്കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞു തരാൻ അറിയില്ല മോനെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീ ഒന്ന് ആലോചിക്ക്. മാത്രമല്ല ഇനിയും ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ കുറച്ചെണ്ണം. നാളെ കോളേജിലെത്തിയിട്ട് അവന്മാരുടെ കൂടെ ചോദിക്കാം. അടുത്ത ദിവസം കോളേജിൽ ലഞ്ച് ബ്രേക്കിന്റെ സമയം. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായി ക്യാൻറ്റീനിലേക്ക് പോയി. അന്ന് അരുണിന്റെ ബർത്ത്ഡേ ആയിരുന്നത് കൊണ്ട് അവർ അവനെ കൊണ്ട് ബിരിയാണി ഓർഡർ ചെയ്യിപ്പിച്ചിരുന്നു. അത് കഴിക്കുന്നതിനിടയിലാണ് ഒരു മൂലയിൽ ദേവു ഒറ്റയ്ക്കിരിക്കുന്നത് അബിയുടെ കണ്ണിൽ പെട്ടത്. അതെന്താ അവളെ ഒറ്റയ്ക്കിരിക്കുന്നേ? ആര്? ദാ അങ്ങോട്ട് നോക്ക്. എല്ലാവരും അബി വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. ഇന്നെന്താ അക്ഷി വന്നിട്ടില്ലേ? ആർക്കറിയാം, അത്രയും വലിയ ക്ലാസ്സിലിരുന്ന് ആരൊക്കെ വന്നിട്ടില്ല എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കും? ഞാൻ എന്തായാലും അവളോടൊന്ന് പോയി സംസാരിച്ചിട്ട് വരാം. അബി ഭക്ഷണത്തിന്റെ പ്ലേറ്റുമായി അവിടെ നിന്നും എഴുന്നേറ്റു. നിനക്ക് എന്തിന്റെ കേടാണ് അബി? അവൾക്ക് നമ്മളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലെന്ന് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ അവളുടെ അഹങ്കാരം കാണാൻ പിന്നെ നീ അവളുടെ അടുത്തേക്ക് പോകുന്നത്? വിനയ അരിശത്തോടെ ചോദിച്ചു. അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല വിനു, ഇത് റൂട്ട് വേറെയാ. അതെന്താ? നീ അതൊക്കെ ഒന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഐഡിയ ഒക്കെ ആലോചിച്ച് നോക്ക്. അതും പറഞ്ഞ് അഭി ദേവ് ഇരിക്കുന്നിടത്തേക്ക് പോയി. അവൻ അവളുടെ ഓപ്പോസിറ്റ് വന്നിരുന്നതും ദേവ് അവിടെ നിന്നും എഴുന്നേറ്റു. എന്തു പറ്റി പെട്ടെന്ന് എഴുന്നേൽക്കാൻ? വല്ല ഉറുമ്പ് കടിച്ചോ? അഭിയുടെ ആ ചോദ്യത്തിന് അവനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് മറുപടി ഒന്നും പറയാതെ അവൾ പോകാനൊരുങ്ങി. ഇയാൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അതും ഒരു മുൻപരിചയമില്ലാത്ത എന്നോട്. എനിക്ക് പോകണം, വഴിന്ന് മാറ്. പറ്റില്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അത് കേട്ടിട്ട് പോയാൽ മതി. എങ്ങനെയെങ്കിലും അവളെ അവിടെ പിടിച്ചിരുത്താൻ വേണ്ടി അവൻ പറഞ്ഞു.
അവൻ പറയുന്നത് കേൾക്കാതെ അവിടെ നിന്ന് പോവാൻ കഴിയില്ല എന്നും അവളെ ഒന്ന് സഹായിക്കാൻ അവൾക്കറിയാവുന്ന ഒരാൾ പോലും ആ ക്യാൻറ്റീനിൽ ഇല്ല എന്നും മനസ്സിലായതുകൊണ്ട് ദേവു അവിടെ ഇരുന്നു. പറ, എന്താ തന്റെ പ്രശ്നം? എന്തിനാ എപ്പോഴും മുഖം ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ട് നടക്കുന്നേ? ക്ലാസ്സിൽ ആരോടൊന്നും സംസാരിക്കുക പോലും ചെയ്യാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നതൊക്കെ അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞാൻ എന്തിനാ അത് ഇയാളെ അറിയിക്കണം? എൻ്റെ ദൈവമേ, ഇത് എന്തൊരു സാധനമാണ്, അഭി മനസ്സിൽ പറഞ്ഞു. അതൊക്കെ ശരിയാണ്, എങ്കിലും നമ്മൾ സഹപാഠികളല്ലേ, ആ സ്ഥിതിക്കൊന്ന് പരിചയപ്പെട്ടിരിക്കുമെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ചോദിച്ചതാ. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അക്ഷയുടെ ഇന്ന് വന്നിട്ടില്ലേ? ഇല്ല, അവൾക്ക് പനിയാ, അപ്പോൾ റൂമിൽ കിടക്കാണ്. അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. മെഡിസിൻ എടുത്തു തന്നിട്ട്? ആ, അത് വാർഡൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എന്നാ ശരി, ഇനി ഞാൻ ഇവിടെ ഇരുന്നിട്ട് താൻ ഫുഡ് കഴിക്കാതിരിക്കണ്ട. അഭി അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ ഇരുന്നിടത്തേക്ക് തന്നെ പോയി. ദേവ് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ബാക്കി കഴിക്കൽ തുടരുകയും ചെയ്തു. എന്താണ് മിസ്റ്റർ കാമുകൻ, പോയ ആവശ്യമൊന്നുമില്ലല്ലോ? തിരിച്ചു വന്നപ്പോ നിരാശാഭാവത്തോടെ കസേരയിൽ വന്നിരുന്ന അഭിയെ നോക്കി സിമ്രൻ പറഞ്ഞു. അവൾ നമ്മൾ വിചാരിച്ച പോലെയല്ലടാ. നമ്മളല്ല, നീ വിചാരിച്ച പോലെയല്ല എന്ന് പറയേ. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ, അഹങ്കാരത്തിന്റെ കയ്യും കാലം വെച്ച സാധനം. അഹങ്കാരമൊന്നുമല്ലടാ, മറ്റെന്തോ കാര്യമായിട്ടുള്ളൊരു പ്രശ്നം അവൾക്കുണ്ട്. അതവൾ ആരോടും പങ്കുവെക്കാനോ ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാ ഞാൻ പിന്നെയും നിന്നോട് പറയുന്നത്, അതിന്റെ പിന്നാലെ പോവേണ്ട എന്ന്. എന്തിനാ നമ്മളായിട്ട് ഒരു കുഴിൽ പോയി ചാടുന്നേ? അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ നമ്മൾ ഈ കോളേജിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ആകെ 6 മാസം കൂടെയല്ലേ പ്രാക്ടീസ് ഉള്ളൂ. അതിനിടയ്ക്ക് ഇനി പുതിയൊരു അംഗം കൂടെ വേണോ? സിമ്രാൻ കാര്യങ്ങളെ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. നീ പറയുന്നതൊക്കെ ശരിയാണ് സിമ്രു, ഇതൊന്നും ഞാനും ചിന്തിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഞാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഞങ്ങൾ തമ്മിൽ മറ്റെന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം അവളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒന്ന് കിട്ടട്ടെ. അതല്ല, നമ്മുടെ അക്ഷ സുഖമില്ലാതെ റൂമിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു അവള്. അയ്യോ, അക്ഷിക്ക് എന്ത് പറ്റി? പനിയാണത്രേ. നമുക്കൊന്ന് പോയി കാണണ്ടേ? ആ, ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം. അങ്ങനെ അന്ന് വൈകുന്നേരം അവർ അക്ഷയെ കാണാനായി ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോയി. അബിയുടെ റിലേറ്റീവ് ആയിരുന്നു അവിടുത്തെ വാർഡൻ. സാധാരണ ലേഡീസ് ഹോസ്റ്റലിലേക്ക് അവിടുത്തെ കുട്ടികളുടെ 1-2 പേര് നൽകിയിട്ടുള്ള റിലേറ്റീവ്സിനെ അല്ലാതെ മറ്റാരെയും പ്രവേശിപ്പിക്കാറില്ല. അബി ഒരുപാട് നിർബന്ധിച്ചപ്പോൾ 2 പേർക്ക് മാത്രം പോയി കാണാമെന്ന് വാർഡൻ സമ്മതിച്ചു. അങ്ങനെ അബിയും അഫ്സലും പോവാൻ തീരുമാനിച്ചു. സുചിത്രേച്ചി, ഒരു കാര്യം ചോദിച്ചാ എനിക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരുമോ? എന്തോ കാര്യമാണ്? ഇവിടുത്തെ ഒരു സ്റ്റുഡന്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിരുന്നു. അതൊന്നും അങ്ങനെ പുറത്തു പറയാൻ പറ്റില്ല അബി. ഓഹോ, അപ്പൊ ചേച്ചിക്ക് ഞാനിപ്പോ പുറത്തുള്ള ആളായി അല്ലേ? അബി വല്ലാത്തൊരു സങ്കടഭാവത്തിൽ പറഞ്ഞു. ആഹാ, നീയേ എന്റെ മാത്രം ബന്ധുവാണ്, അല്ലാതെ ഇവിടുത്തെ മുഴുവൻ കുട്ടികളുടെയും ബന്ധുവാണോടാ നീ? അതല്ല, എന്നാലും ഇല്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും തരാൻ പറ്റില്ല. അതിരിക്കട്ടെ, ആരെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്? മിസ്റ്റർ ദേവി ദുർഗ. അടിപൊളി. ആ പുതിയ അഡ്മിഷൻ അല്ലേ? അതെ. ആ കുട്ടിയുടെ ഒരു റെക്കോർഡ്സ് ഇവിടെ ഇല്ല. അതെന്താ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ അതേപറ്റി നിങ്ങൾ അന്വേഷിക്കേണ്ടെന്നാണ് മാനേജ്മെന്റിൽ നിന്ന് അറിയിച്ചത്. ആ കുട്ടിയെ കാണാൻ വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നാല് അപ്പൊ തന്നെ അവിടെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? എന്താടാ, വല്ല ചുറ്റുകളിയാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല ചേച്ചി. അങ്ങനെ തന്നെയാണ് മാഡം. ഇവൻ അവളെ കണ്ടുപാടെ ഇഷ്ടമായെന്ന്. 2-3 തവണ ഇവൻ അവളോട് സംസാരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. സംസാരിക്കാതെ ഇടപഴകാതെയും തന്നെ നിനക്ക് അവളെ ഇഷ്ടമായോ? അപ്പൊ ഇത് ജസ്റ്റ് ഇൻഫാക്ച്വേഷൻ ആണ്, നീ അത് വിട്ടേക്ക്. അതല്ല, ഇനി ഞാൻ അമ്മയെ വിളിച്ച് പറയണോ? അയ്യോ വേണ്ട ചേച്ചി, അമ്മ എങ്ങനെങ്കിലും ഇന്നെ കെട്ടിക്കാൻ നടക്കുകയാണ്. ഇതറിഞ്ഞ ഓടിങ്ങി വരും. എന്തായാലും അവളെ പറ്റിയുള്ള ഒരു വിവരങ്ങൾ നിനക്ക് ഇവിടെ നിന്ന് കിട്ടില്ല. നിങ്ങൾ അക്ഷയെ കാണുന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരൂ. തുടരും.